കോഴിക്കോട് കാരശ്ശേരിയിൽ വാടക കോട്ടേഴ്സിലെ എക്സൈസ് പരിശോധനയിൽ അരിയിൽ പൊതിഞ്ഞ നിലയിൽ ബ്രൗൺ ഷുഗർ കണ്ടെത്തി. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കോട്ടേഴ്സിലാണ് പരിശോധന നടന്ന്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ 24-ന്. കോഴിക്കോട് നിന്നും അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നു. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. അഭിജിത്ത്, യഥാർത്ഥത്തിൽ ഈ മയക്കുമരുന്നിനെതിരെ നമ്മൾ നടത്തിയ അവബോധം ഒരു പരിധിവരെ ഏറ്റിട്ടുണ്ട്. കുറേ അധികം റെയ്ഡുകളും ഒക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് തന്നെ കൊച്ചി നെടുമ്പാശ്ശേരി ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചിരിക്കുന്നു. അതുപോലെ ബ്രൗൺ ഷുഗർ പിടികൂടി എന്നുള്ള വാർത്ത, അതും മാരകമായ ഒരു രാസലഹരി തന്നെയാണല്ലോ. പറയൂ. പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ പരിശോധന ഊർജിതമായി തുടരുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ബ്രൗൺ ഷുഗർ പിടികൂടിയിട്ടുള്ളത് കാരശ്ശേരിയിലെ ആനയാം കുന്നിലുള്ള ഒരു വാടക ക്വാർട്ടേഴ്സിൽ വെച്ചാണ്. ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് താമസിക്കുന്നത്. എക്സൈസിന് ഒരു രഹസ്യ വിവരമുണ്ടായിരുന്നു. ഈ ക്വാർട്ടേഴ്സിൽ വെച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ ലഹരി വസ്തുക്കൾ വിൽക്കുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ആ വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ എക്സൈസ് അവിടേക്ക് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അരിയിൽ പൊതിഞ്ഞ നിലയിലാണ് ഈ ബ്രൗൺ ഷുഗർ കണ്ടെത്താൻ എക്സൈസിന് കഴിഞ്ഞിട്ടുള്ളത്. എത്ര അളവാണ് എന്നുള്ളത് എക്സൈസ് തിട്ടപ്പെടുത്തിയിട്ടില്ല. അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. ഈ വാടക ക്വാർട്ടേഴ്സിനകത്ത് വെച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ, അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുണ്ട്, അവർ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായിരുന്നു ഈ വീഡിയോ ദൃശ്യങ്ങൾ. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം പ്രചരിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇങ്ങനെ ഈ വാടക ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് മലയാളികളായ യുവാക്കളെ ഉൾപ്പെടെ ലഹരിക്ക് അടിമപ്പെടുത്താൻ ചില സംഘങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു വിവരം. ഈ മേഖലയിൽ, ഈ കാരശ്ശേരി മേഖലയിലൊക്കെ ലഹരി എത്തിച്ചു നൽകുന്നതും ഈ ക്വാർട്ടേഴ്സ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ളതാണ് എക്സൈസ് നൽകുന്ന വിവരം. ഇന്നിപ്പോൾ എക്സൈസ് അവിടെ എത്തുമ്പോൾ ഇവർ ജോലിക്ക് പോയിട്ടാണ് ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ആരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ബ്രൗൺ ഷുഗർ കണ്ടെത്തിയ സാഹചര്യത്തിൽ എക്സൈസ് മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. അവിടെ ഇത് ഉപയോഗിച്ചവരാരാണ്, ഇത് വിൽപ്പന നടത്തിയതാരാണ് എന്നുള്ള കണ്ടെത്തലിലേക്ക് എക്സൈസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ കടക്കും. അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SK